നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് അടിയന്തരമായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഉഗാണ്ടയിലെ പട്ടാള ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവന്ന ഇഡി അമീൻ എന്ന വ്യക്തിയുമായിട്ട് ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയെ താരതമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ സാധാരണ ഞങ്ങൾ വീഡിയോ ചെയ്യാത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ടാക്കാമാണ്. ഇഡി അമീൻ പലപ്പോഴും അദ്ദേഹം ഫേമസ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്. അദ്ദേഹം പറഞ്ഞത് ഞാൻ സംസാര സ്വാതന്ത്ര്യം കൊടുക്കും, ഫ്രീഡം ഓഫ് സ്പീച്ച് കൊടുക്കും, പക്ഷെ ആഫ്റ്റർ ദ സ്പീച്ച് എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടറിയുന്നത്. അതായത് അങ്ങനെ ഒരു ഇസ്ലാമിക ചട്ടക്കൂടിനുള്ളിൽ പിടിച്ച വിദ്യാലയം അടിച്ചമർത്തപ്പെട്ട, അത് നമുക്കറിയാം, സദാം ഹുസൈനും മുഹമ്മദ് ഗദാഫിയും തൊട്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും എവിടെയൊക്കെ ഇതുണ്ടോ, അടിച്ചമർത്തലുണ്ടോ, അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസത്തിൽ നിന്നും, സ്റ്റാലിന്റെ കമ്മ്യൂണിസത്തിൽ നിന്നും USSRൽ നിന്നൊക്കെയാണ് പൊന്തി വരിക. ഇടത് ഇസ്ലാമിക ശക്തികൾ ഇന്നും ഇതായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിൽപ്പെട്ട ഒരു ആഫ്രിക്കയിൽ നിന്നും ഇഡി അമീൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിത്വത്തെ പറ്റിയും ഒട്ടനവധി ഇന്ത്യൻ ബിസിനസ്സുകാരെ അടിച്ചൊതുക്കിയ ഒരു ചരിത്രം കൂടി ഇദ്ദേഹത്തിനുണ്ട്. ബിസിനസ്സുകാരെ കാരണം ഒട്ടനവധി അത്തരത്തിലുള്ള പ്രവൃത്തികളും ഇദ്ദേഹം ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇദ്ദേഹം ഫേമസ് ആയിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. രാത്രിക്ക് രാത്രി മൊസാദും IDFും അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ കമാൻഡുകളും ചേർന്നിട്ട് അവിടെ ഇത് നടത്തി ആ വിമാനം രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. ആ സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ കൊല്ലപ്പെടുന്ന ഒരു ചരിത്രം കൂടി ഈ ഒരു വാർത്തയ്ക്കുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് മിഥുനും ഞാനും കൂടി വിശകലനം ചെയ്യുന്ന വിഷയം. ഈ ഒരു ഇഡി അമീൻ, അദ്ദേഹത്തിന്റെ ഇഡി എന്താണെന്നാണ് മിഥുന് പറയാനുള്ളത്. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ വളരെ ദുഃഖകരമായ ഒന്ന് രണ്ട് സംഭവവികാസങ്ങൾ മലയാളി അച്ചായന്മാരുടെ ഗ്രൂപ്പുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ശ്രീമാൻ നരേന്ദ്രമോദിയെ, അതായത് ഉഗാണ്ടയെ ഒരു പൈശാചി കാലഘട്ടത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയ ഇഡി അമീനുമായി തുല്യപ്പെടുത്തുകയാണ്. അവർ പറയുന്നത് ഹിസ് എക്സലൻസി, അജീവാനന്ദ പ്രധാനമന്ത്രി, എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും എല്ലാവിധ ഡോക്ടറേറ്റ് വരെ സ്വയം കൈക്കലാക്കിയ ഒരു നമ്മൾ പറയില്ല, എന്താ പറയുന്ന ഒരു നേതാവിനെ പോലെയാണ്. അതായത് ഇഡി അമീൻ എന്ന് പറയുന്നത് എല്ലാവിധ വടക്കുവാണ്, അതായത് ക്രൂരകൃത്യങ്ങളുമായി ഉഗാണ്ടയെ ഒരു പൈശാചിക കാലഘട്ടത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഒരു നേതാവിന് തുല്യമാക്കുകയാണ് അച്ചായന്മാർ. ഈ അച്ചായന്മാരുടെ അവസ്ഥ വളരെ പരിധി. അച്ചായന്മാർ എന്ന് പറഞ്ഞിട്ടുമായി നമ്മുടെ അച്ചായന്മാരല്ലേ ഈ 60കളിലും 70കളിലും 80കളിലും കമ്മിയിൽ സാർ ചാനല്ല, തൃശ്ശൂർക്കാരൻ. ഓക്കെ, സാറ് തൃശ്ശൂർക്കാരനാണ്, കുടിയേറ്റ ഞാൻ അച്ചായനാണ്. ക്ഷമിക്കാം സാറ് തന്നെയാണ്. അപ്പൊ ഈ 60 70കളിലൊക്കെ അമേരിക്കയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയ അച്ചായന്മാർക്ക് ഇന്നും ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റോട്ടില് അല്ലെ അത് ചെയ്യുന്നു, കാര്യം സാധിക്കുന്നു, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അത് അങ്ങനെ ആയിരിക്കണം എന്ന് അവർക്ക് ഇന്നും അങ്ങനെയാണ് ആഗ്രഹം. കാരണം അവരുടെ ജീവിതത്തിലെ നല്ല സൗകര്യങ്ങൾ അമേരിക്കയിൽ വന്നുകൊണ്ടും UK വന്നുകൊണ്ടും കാനഡയിൽ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ആ സൗകര്യങ്ങൾ ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു കോമൺ മനുഷ്യന്റെ ചിന്താഗതി അത് എല്ലാവർക്കും ഉണ്ട്. മനുഷ്യന്റെ ചിന്താഗതി ഞങ്ങൾക്ക് മാത്രമാണ് നല്ല റോഡുകൾ, നല്ല വിദ്യാഭ്യാസം, നല്ല സാലറി, നല്ല സൗകര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടത്. കാരണം ഞങ്ങൾ എന്തോ സമൂഹത്തിലെ മുന്തിയ ആളുകളാണ്, അത് അമേരിക്കയിൽ വന്നു എന്നുള്ള ജസ്റ്റ് പ്യുവർ ലക്ക്. അപ്പോൾ അങ്ങനെ ചിന്താഗതിയുള്ള ആളുകളാണ് 90% അച്ചാന്മാരെന്ന് പറയുമെങ്കിൽ പോലും കുറച്ചു ഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇവരാണ് ഈ ശ്രീമാൻ നരേന്ദ്രമോദി ഇഡി അമീൻ തുല്യമാക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ കഴിഞ്ഞ 15 വർഷമായി എന്ത് സ്വാതന്ത്ര്യത്തിന് കുറവ്. നിങ്ങൾ ഇഡി അമീനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉഗാണ്ടയിൽ ബിസിനസ് ചെയ്തു. ഉഗാണ്ടയിലാണ് പെട്ടെന്ന് രാത്രി ഇഡി അമീൻ വന്ന് പറയുകയാണ്, നിങ്ങൾ ഇന്ത്യൻസ് ഇന്ന് രാത്രി 1 വീക്ക് കയ്യിൽ കിട്ടുന്ന മാത്രം കൊണ്ട് ഈ രാജ്യം വിട്ടെറിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. അങ്ങനെ എൻ്റെ സുഹൃത്തും അദ്ദേഹത്തെ കുടുംബവും പോരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അതുവരെ കച്ചവടക്കാരായിരുന്നു, ട്രേഡിംഗ് ആയിരുന്നു ഗുജറാത്തികൾ. അതായത് ഉഗാണ്ട എന്ന് പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് 10-20 വർഷം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് ഇന്ത്യക്കാർ. അവർക്ക് ട്രേഡിംഗ് ചെയ്തു, ബിസിനസ് ചെയ്തു. ആ ഇഡി അമീൻ വന്ന് പറഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി ഇവരുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ക്ലോസറ്റിൽ കൂടി ഒഴുക്കി കളഞ്ഞു എന്ന് പറയാം, പണവും സ്വർണവും. കാരണം വേറെ വഴിയില്ല, കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു, ഇഡി അമീൻ സംഭവിച്ചു അറിയോ? ഇന്നും ഉഗാണ്ട എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യം പിടിച്ച രാജ്യമല്ലേ, പണ്ട് പറയല്ലേ, എന്തും മാറ്റം ഉണ്ടായി. ഇഡി അമീൻ വന്നു മാറ്റം ഉണ്ടായി, ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് തുല്യമാക്കുന്ന ഈ അച്ചായന്മാരോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പോക്കൃത്തരം കാണിക്കരുത്. നിങ്ങൾക്ക് കാര്യ വിവരങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക. നിങ്ങൾക്ക് വളവുകളെ സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയാം, കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടില്ല. കോട്ടും സൂട്ടും ഇവിടെ നിന്ന് കൊച്ചി എയർപോർട്ട് വരും വരെ കോട്ടും സൂട്ടും ഇടും. അവിടെ ചിലപ്പോൾ കള്ളി കൊണ്ടെടുത്തിട്ട് ബാത്റൂമിൽ സൂട്ടും കൂട്ടും ഇട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ഈ പറഞ്ഞ വ്രണം മാറില്ല. വ്രണം മാറണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഒരു ഭാരതീയനാകണം.
കണ്ണു നുറക്കെ കാണണം. നിങ്ങൾ വല്ലപ്പോഴും 2 വർഷം കൂടുമ്പോൾ കൊച്ചിയിൽ പോകുന്നു അല്ലെങ്കിൽ നാട്ടിൽ പോകുന്നു അല്ല. ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് പല ഏരിയകളിലും. 15 വർഷമായി ഇദി അമീന് തുല്യമാക്കാൻ ഈ മനുഷ്യൻ എന്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്ത് കുറ്റമാണ് നിങ്ങൾക്ക് ഇത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്ത് ഇന്ത്യയിലെ ഏതെങ്കിലും മൈനോറിറ്റീസ്, ഇന്ത്യ മൈനോറിറ്റീസ് ക്രിസ്ത്യൻസ് മൈനോറിറ്റിയാണ്, മുസ്ലിംസ് മൈനോറിറ്റിയാണ് അല്ലെ, പല സിഖുകാർ മൈനോറിറ്റി, ജെയിൻ മൈനോറിറ്റി, പല പല സമൂഹങ്ങളുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ മൗലികമായ അവകാശങ്ങളെ നിങ്ങൾ ത്യജിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല? എന്ത് മനുഷ്യാവകാശ ലംഘനമാണ് ഈ പറഞ്ഞ ശ്രീമാൻ നരേന്ദ്രമോദി കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലെ വ്രണമായിട്ടുള്ള ഇന്ത്യയിൽ പുരോഗതി വരാൻ പാടില്ല എന്നുള്ള ആ ഒരു കോമൺ ചിന്താഗതി, അതിനെ അദ്ദേഹം പൊളിച്ചടക്കി. കാരണം ഈസ് ഡൂയിങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു കരം അദ്ദേഹം ചെയ്യുന്നുണ്ട് അല്ലെ? പോക്കത്തിലുള്ള ഈ അച്ഛന്മാരുടെ ഗ്രൂപ്പ് ഇതില് ഞാൻ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, വളരെ മോശമാണ്. കഴിഞ്ഞ 25-30 വർഷമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തില് അദ്ദേഹം ഇഡിയാമിന്റെ പോലെ ഒരു ഭരണചക്രം, അതായത് എതിർപക്ഷത്ത് നിൽക്കുന്നവർ അയ്യോ വോട്ടിംഗ് മെഷീൻ കട്ടെടുത്തില്ലേ, വോട്ടിംഗ് മെഷീൻ അങ്ങോട്ട് മറിച്ചിട്ടു ഇങ്ങോട്ട് മറിച്ചിട്ടു എന്ന് പറയുന്നതല്ലാതെ ഇദ്ദേഹം ഇന്ത്യൻ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ആ പ്രതിഭാസമാണ് ശ്രീമാൻ നരേന്ദ്രദാമോദർ. നിങ്ങൾക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ലാത്ത വിഷയങ്ങളുണ്ട് എന്നതിനർത്ഥം ഇന്ത്യൻ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിക്കെതിരെ മുട്ടാനെന്നും ഇഡി അമീന എന്നൊരു ഒരുത്തനും ഇതായിട്ടില്ല. ഇടത് ഇസ്ലാമിക ശക്തികള് ഇദ്ദേഹത്തിനെ ജയിപ്പിച്ചത്, അതായത് നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളത്തിൽ പോലും അതിന് കാരണം ഒട്ടനവധി സാമ്പത്തികമായിട്ട് സ്രോതസ്സുകൾ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും കിട്ടുന്നത് കൊണ്ട് മതേതരത്വം എന്നൊക്കെ വിളിച്ച് മതേതരത്വം എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. അത് അതായത് നമ്മുടെ നാട്ടിൽ വന്നിരുന്ന് പറയാണ്, ഒരു പാവം ഗർഭിണിയുടെ വയറ് കുത്തിപ്പൊളിച്ചില്ലേ നോക്കൂ എന്ന് പറയാം. ആ വയറ് കുത്തിപ്പൊളിക്കാനായിട്ടുള്ള അങ്ങനെ ഉണ്ടായ സാഹചര്യത്തെ പറ്റി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. ഒരു 60 ആൾക്കാരെ ഒരു വിഭാഗം, പ്രത്യേക വിഭാഗം, ഭൂരിപക്ഷ വിഭാഗം അടച്ചിട്ട് തീയിട്ട് കത്തിച്ചതിന്റെ പേരിലുണ്ടായ അപ്പൊ ജനാധിപത്യത്തിൽ ഒളിച്ചിരിക്കുന്ന ദുഷ്ട പ്രവർത്തകളെ അടിച്ചമർത്തും ശ്രീമാൻ മോഡി, അടിച്ചമർത്തും. അത് ധീരനായിട്ടൊരു ദാമോദർ മോഡി ഭരിക്കാനും അറിയാം, വേണമെന്ന് നല്ല തല്ലാനും അറിയാം. എന്നിട്ട് വീണ്ടും ജനം വോട്ട് ചെയ്തോ. അതായത് 2002 ഇത് സംഭവം. അതിനുശേഷം കഴിഞ്ഞ 24 വർഷം 25 വർഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ജനത ഷാപ്പ് ചെയ്ത് കുത്തി തന്നെ എത്രയൊക്കെ കള്ള വോട്ടിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനം വോട്ട് ചെയ്ത് തന്നെ അവിടെ എത്തിച്ചത്. അത്ര വലിയ ഇതിപ്പോ ട്രംപ് പോലും ഇരുന്ന് പറയണ്ട്, തോറ്റു കഴിഞ്ഞപ്പോ പറഞ്ഞു അത് വോട്ടിംഗ് മെഷീൻ, അത് കള്ള വോട്ട് ചെയ്തിട്ട് ഞാൻ തോറ്റെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്ന് പറയാന്ന് പട്ടായ എന്നുള്ള ഒരുത്തൻ ഇറങ്ങി വരുന്നു, പറയുന്നു ഞാൻ സമരം ചെയ്യുന്നു, എന്റെ അപ്പൻ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്, അതിന്റെ ടൈമിൽ എനിക്കുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാലൊന്നും പിടിച്ചാ പിടി കിട്ടില്ല. നരേന്ദ്ര ദാമോദർ മോഡിക്ക് ജയ് നരേന്ദ്ര ദാമോദർ ദാസ്. താങ്കൾക്ക് എന്തെങ്കിലും ഇതിനോട് ആഡ് ചെയ്യാണ്ടോ? ഇല്ല.